ഹലോ ഗേയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പെരുന്നാൾ ഷോപ്പിങ്ങിനാണ് പോണത്. അതിനുവേണ്ടി നമുക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വരാം. അപ്പം ഇതാണ് ഞാൻ ഒരുങ്ങിയത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. അപ്പം നമുക്ക് പോവാം. ഫസ്റ്റ് എന്നെയും ഇത്തായും കൊണ്ടാക്കിയിട്ടാണ് ഉമ്മച്ചിയെയും എൻ്റെ അനിയത്തിയും വാപ്പി കൊണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. സൂറത്ത് എന്ന് പറയുന്ന കടയിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ആ കട. അതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് പോവാം. ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് സ്ഥലം. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വീടൊക്കെയാണ്. അപ്പം നമ്മൾ റോഡ് എത്താറായിട്ടുണ്ട്, മെയിൻ റോഡ്. അപ്പം ഇതൊക്കെയാണ് റോഡ്. അടുത്ത് കടയും അതൊക്കെ ഉണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തായിട്ടാണ് പരവൂരാണ് നമ്മളെ വീട്. പരവൂരിൽ നിന്ന് ഇത്തിരി പോലെ നടന്നാൽ മതി, എത്തിക്കോളും. എന്നാലും നമ്മൾ വണ്ടിയിലാണ് വന്നത്. അപ്പം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. അപ്പം ഇവിടെ കുറേ ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. കയറിയപ്പം തന്നെ തൊട്ട് മുന്നിലായിട്ട് ഒരു അങ്കിളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ തുണി പറക്കി അൽഫീത്താക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് ഉടുപ്പെടുക്കുന്നത്. എന്നിട്ട് അൽഫീത്താക്ക് വേണ്ടി കുറേ ഉടുപ്പിങ്ങനെ പറക്കി ഇടുന്നുണ്ടായിരുന്നു. അൽഫീത്ത ഉദ്ദേശിച്ചത് മെറൂൺ കളറാണ്. മെറൂൺ കളർ ഇല്ലായിരുന്നു, മെറൂൺ കളർ കിട്ടിയിട്ടില്ലായിരുന്നു. വേറെ കുറേ കളേഴ്സ് ഇങ്ങനെ പറക്കി ഇടുന്നുണ്ടായിരുന്നു. അതും കൂടാണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സും അല്ല അവർ പറക്കിയിട്ടത്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു പലാസ പാൻറ് വന്നിട്ട് ഒരു ടോപ്പ് മോഡൽ വരുന്നതാണ്, ഒരു ലാച്ച പോലത്തെയാണ്. അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതില്ലായിരുന്നു, സൈസ് ഇല്ലായിരുന്നു. ഫസ്റ്റ് തന്നെ ആൻറ്റി ഒരു പച്ച കളർ ഉടുപ്പെടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് അൽഫീത്തക്ക് ഇഷ്ടമായില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈമായിട്ട് ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ലാച്ച ടീമാണ്. അതിൻ്റെ കളറ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണവേ മറക്കല്ലേ. പിന്നെ അതിനോട് തന്നെ ഗീസ് പെരുന്നാളിൻ്റെ അന്നേ നിങ്ങൾക്കിത് കാണിച്ചു തരത്തുള്ളൂ. കാണിച്ചു തരാത്ത എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ അന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചാണ്. എൻ്റെ ഇത്താക്കും എനിക്കും എൻ്റെ അനിയത്തിക്കും ഒരേ കളർ ഡ്രസ്സാണ് എടുത്തത്. ആ ഡ്രസ്സിൻ്റെ നിറം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. ഗസ് ചെയ്ത് ഗൈസ്. പിന്നെ നമ്മൾ അൽഫീത്താക്ക് വേണ്ടി കുറേ ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു നീല കളറ് ലാച്ച മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അൽഫീത്താക്ക് ചെറുതായിരുന്നു. അതും കൂടാണ്ട് ആ നിറം അൽഫീത്താക്ക് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സ് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ലാച്ച മോഡലാണ് എടുത്തത്. അപ്പം അനിയത്തിക്കും വേണ്ടിയിട്ട് ലാച്ച മോഡൽ നോക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ വലുതാണ്, കൈയൊക്കെ ഫുള്ള്. അതുകൊണ്ട് അത് എടുത്തില്ല. അവൾക്ക് നിർബന്ധമായിരിക്കും, അതുകൊണ്ട് അതെടുത്തില്ല. നമ്മൾ പാൻറ് ഉടുപ്പ് എടുക്കാമെന്ന് വെച്ചു. പാൻറ് ഉടുപ്പ് നോക്കിയപ്പോൾ ഫുൾ കൊള്ളാത്ത കളറായിരുന്നു, എനിക്കിഷ്ടമായിട്ടില്ലായിരുന്നു. അതുകൂടാണ്ട് എൻ്റെ ഉമ്മാക്കും ഇഷ്ടമായിട്ടില്ലായിരുന്നു. പിന്നെ ആ ഉടുപ്പിൽ കിടക്കുന്ന ചെയിനൊക്കെ ഒറ്റ വലിക്ക് പൊട്ടാവുന്നതേ ഉള്ളൂ അവളെ വലിയിൽ. ആ വെള്ള കളർ ഉടുപ്പ് കണ്ടില്ലേ, അത് ഇട്ടാൽ അപ്പം തന്നെ അവൾ അഴുക്കാക്കും. അതും കൂടെ പാൻറ് ഇച്ചിരി വലുതാണ്, അതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കൊണ്ടുവന്നാൽ വീട്ടിൽ ഇങ്ങനെ പൂട്ടി വയ്ക്കും, വെള്ള കളറൊക്കെ അഴുക്കാവുമെന്ന് പേടിച്ച്. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു മഞ്ഞ കളർ കാണിച്ചു തന്നു. ആ കളർ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പാൻറ് ഉണ്ടായിരുന്നു. ആ പാൻറ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്നാലും എൻ്റെ അനിയത്തി കയറ്റുമ്പോൾ തറയിൽ നിൽക്കത്തില്ല, ഭയങ്കര നിർബന്ധമായിരിക്കും. ആ ഫ്ലവറും ആ വള്ളിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വള്ളിയൊക്കെ അവൾ വലിച്ച് കളയും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ടൈമായിട്ട് ഒരു കൊള്ളാത്ത കളർ ഉടുപ്പെടുത്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൊള്ളാത്ത കളറ്. അത് എനിക്കിഷ്ടമായിട്ടില്ലായിരുന്നു. ഈ ഉടുപ്പ് ഏറ്റവും കൊള്ളാത്ത കളറ് അതായിരുന്നു, എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. അതും കൂടാണ്ട് എൻ്റെ ഉമ്മാക്കും അത് ഇഷ്ടമില്ലായിരുന്നു, എൻ്റെ അനിയത്തിക്കും അത് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അതെടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കുറേ ഫ്രോക്ക് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ വെക്കുന്നുണ്ട്, പടാരിപ്പ് പോലത്തെ. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഇട്ടാലും അവൾ തറയെ താല് കെട്ടൂല. അതുകൊണ്ട്
അത് ഇട്ടിട്ടില്ലായിരുന്നു, അത് വാങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ പടാരിപ്പില്ലാത്ത ഒരു സോഫ്റ്റ് തുണിയൊക്കെ വരുന്ന ഒരു നെയ്സ് ഡ്രസ്സ് പോലത്തെ ഒരു ഫ്രോക്ക് തന്നെയായിരുന്നു അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എടുത്തത് ഒരു കുഞ്ഞു ഫ്രോക്കായിരുന്നു. അത് അവൾക്ക് അളവായിട്ടില്ലായിരുന്നു. അവൾ ചെന്ന് ഇട്ട് നോക്കി. പിന്നെ അവളെ സൈസിനുള്ളത് അത് എടുത്തു. പിന്നെ ആ ചേച്ചിമാർ ആ ഫ്രോക്സൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ നേരെ പോയി ഷർട്ട് സെലക്ഷനിലേക്കാണ്. എൻ്റെ വാപ്പയുടെ അളവ് ലാർജാണ്. ഫസ്റ്റ് തന്നെ ആ മാമ കുറേ XXL വറക്കി ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഉമ്മി പറഞ്ഞു ലാർജ് ഒന്ന് എടുത്ത് കാണിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ മാമ പറഞ്ഞു അതിനിപ്പോൾ എന്താ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ ഗെയ്സ്. അങ്ങനെ ആ മാമ എടുത്ത് കാണിച്ചു തരുവാണ്. ഈ വെള്ള കളർ കണ്ടോ ഗെയ്സ്, നിങ്ങൾക്ക് ഇഷ്ടമായോ ആ കളറ്? അതാണ് കേട്ടോ നമ്മളെ വാപ്പിക്ക് എടുത്തത്. ഗെയ്സ് നിങ്ങൾ പറയണേ അതും കൂടി കമൻറ്റ് ബോക്സിൽ ഇഷ്ടമായില്ലെന്ന്. പിന്നെ നേരെ നമ്മൾ പോയത് ഇത്താക്ക് പിന്നെ ഷാളും ഉമ്മാക്ക് ടോപ്പും കൊടുത്തു. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, അതിനൊന്നും നേരില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് മുണ്ടിൻ്റെ സെക്ഷനിലേക്കാണ്. വാപ്പച്ചിക്ക് മുണ്ട് വേണമല്ലോ, അല്ലാണ്ട് ഇടാൻ പറ്റില്ലല്ലോ. നമ്മൾ വാങ്ങില്ല, പൈസ ഇല്ല, എന്നാലും ഒന്ന് നോക്കാമെന്ന് വെച്ചു. വാപ്പിയിടുന്ന പോലത്തെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു, എന്നാലും ഒന്ന് നോക്കി. പിന്നെ മുണ്ടൊന്നും എടുത്തിട്ടില്ല, ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി അവിടെ നിൽപ്പുണ്ട്. പിന്നെ ബിഗ് ബിയുടെ മൈലാഞ്ചി വാങ്ങി. പിന്നെ എൻ്റെ അനിയത്തിക്ക് ബോയൊക്കെ ഉമ്മച്ചി വാങ്ങും. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബിഗ് ബിയൊക്കെ വാങ്ങി നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാപ്പച്ചിയെ കാത്തിരിക്കുന്നുണ്ട്. വാപ്പി വന്നപ്പോഴത്തേക്കും വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റായിട്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ 9 പൂപ്പൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അടിക്കണേ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ടാറ്റ ബൈ ബൈ, സീ യു.